ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഈ കുറേ പേർക്ക് ഈ അവാർഡുകൾ പത്മ അവാർഡുകൾ കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അതായത് പണ്ട് മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി. പക്ഷേ മമ്മൂട്ടിക്ക് വെറും പത്മശ്രീ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. മോഹൻലാലിന് ആദ്യം പത്മശ്രീ കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പത്മഭൂഷൺ അവാർഡ് കൊടുത്തു. പക്ഷേ മമ്മൂട്ടിക്ക് അത് കൊടുത്തിരുന്നില്ല. വർഷങ്ങളായി. കിട്ടാൻ അർഹതയുള്ള ആളാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പം മമ്മൂട്ടിയെ ഒന്ന് ആക്ഷേപിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ അവാർഡ് കൊടുക്കണം. ഈ മമ്മൂട്ടിക്ക് ഇതുപോലെ നാണക്കേടുണ്ടാവേണ്ട വലിയ കാര്യമുണ്ടോ? എനിക്ക് വളരെ സന്തോഷമുണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്. കാരണം അദ്ദേഹം കിട്ടാൻ അർഹതയുള്ള ആളാണ്. അതിലും വലിയ അവാർഡ് പത്മവിഭൂഷൺ കൊടുത്താൽ പോലും അത് തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും വലിയ ഒരു ലോകോത്തര നടൻ എന്ന് നമുക്ക് പറയാം. അതായത് മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയല്ല, അതുപോലെ അന്തർദേശീയ തലത്തിൽ പോലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരു സിനിമ നടൻ, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അവാർഡ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കൊടുക്കാം. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കൽ ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങക്ക് ഇത് ഈ പത്മ അവാർഡ് വാങ്ങാനൊക്കെ ഉള്ള ഒരു പത്മഭൂഷണൊക്കെ വാങ്ങാനുള്ള അതിനു വേണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പം, ഈ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡെന്ന് ചോദിച്ചപ്പം പറഞ്ഞെന്തോന്നറിയോ? ഈ അവാർഡ് ആർക്ക് വേണം? ഇതാ, അതായത് കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു സാമാനമാണ് അത്. പറഞ്ഞ വചകമാണ്, നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ. കാശ് കൊടുക്കാൻ പണം കൊടുത്താൽ കിട്ടുന്ന ഒരു സാമാനമാണ് ആണത്. അത് ഏത് പട്ടിക്ക് വേണം? ഞാനിത് സ്വീകരിക്കത്തില്ല. എനിക്ക് വെറുതെ എന്നാലും ഞാൻ വാങ്ങത്തില്ല. ഞാൻ ഒരുപാട് അവാർഡുകൾ എനിക്ക് ആളുകൾ തരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. അതുപോലെ ഇതും എന്ന് പറഞ്ഞ ആൾ ഇപ്പം അയാൾക്ക് ഇനി അയാളുടെ മനംമാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പം ഏത് പട്ടിക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ അവാർഡിനെ കുറിച്ച് കാണുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കണം ഇത് കേട്ടോ. ഇയാൾക്ക് യഥാർത്ഥം ഇതല്ലായിരുന്നു കൊടുക്കേണ്ടത്, ഭാരതരത്നമെങ്കിലും കൊടുക്കണം. കാര്യം ഇതുപോലെ ജനങ്ങളെ ഇതേപോലെ സേവിച്ചേക്കുന്ന ഒരാളെയും സേവിച്ച് വികസനം സ്വന്തമായിട്ടാണ് അത് വേറെ കാര്യം. വികസിപ്പിച്ചേക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കിട്ടത്തില്ല. സാമൂഹ്യ സേവനം ഇതുപോലെ നടത്തുന്ന ആരുണ്ട് വേറെ? അപ്പോൾ ആ രീതിയിലുള്ള ആളാണ്, അയാൾക്ക് കൊടുക്കണം നിർബന്ധമായിട്ട്. പക്ഷേ ഈ മമ്മൂട്ടി ഇങ്ങനെ ആക്ഷേപിക്കേണ്ടായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം ഇയാൾക്ക് ഈ അവാർഡ് കൊടുക്കാതെ ഇതിലും ഉയർന്നതോ ഇതിലും കുറഞ്ഞതോ ഒരെണ്ണം കൊടുക്കാമായിരുന്നു. ഈ പത്മഭൂഷൺ 2 പേർക്ക് കൊടുത്തും അത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും എന്നുള്ള പേര് വന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്കതിനകത്തൊരു വിഷമമുള്ളത്. ഇനി ഇയാൾ എടുക്കുമല്ലോ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പത്മവിഭൂഷൺ അവാർഡ് മരണാനന്തര ബഹുമതിയായിട്ട് VS അച്യുതാനന്ദന് കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണ്ടും ഒരുപാട് പേർക്ക് ഇതുപോലെ ഈ പത്മ അവാർഡുകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർ വാങ്ങിയിട്ടില്ല. അതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ജ്യോതി ബസുവിന് ഭാരതരത്നം കൊടുക്കാൻ വന്നപ്പോൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ കുറേ പേർ, ഹർകിഷൻ സുർജിത്തിന്, അദ്ദേഹത്തിന് ഇതേപോലെ പത്മഭൂഷൺ വെച്ച് നീട്ടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു, വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇത് സ്വീകരിച്ചിരുന്നില്ല. അത് അവരുടെ പ്രഖ്യാപന നയം തന്നെയാണ് CPMൻ്റെ. പക്ഷേ ഇപ്പോൾ CPM പഴയ CPM അല്ല. അത് കാരണം നമുക്ക് ഇനി അത് നയത്തിൽ നിന്ന് വ്യത്യാസം എന്ന് നമുക്കറിയില്ല. പിന്നെ അതൊക്കെ ജീവിച്ചിരുന്നപ്പോൾ അവർ വേണ്ടെന്ന് വെച്ചാണ്. മരിച്ച ഒരാളുടെ കാര്യത്തിനകത്ത് പാർട്ടിക്ക് എന്താ പറയാൻ അവകാശം? ഇത് വേണോ വേണ്ടെന്ന്? അരുൺകുമാർ VSൻ്റെ മകൻ പറയുന്നത് കേട്ടു. സന്തോഷവാനാണ്, അതൊരു വലിയ അംഗീകാരമാണ്, രാജ്യം തന്ന ഒരു ആദരവാണ്, നല്ലതാണ്, വളരെ ആയിട്ടാണ് കണ്ടത്. ഇനി പാർട്ടി ഇനി അത് വിലക്കുമോ, ഇത് വാങ്ങാൻ പാടില്ല എന്ന് ഈ കുടുംബത്തെ വിലക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് VS അച്യുതാനന്ദൻ ജീവിച്ചിട്ട് ഇപ്പോൾ എല്ലാം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അവരാ തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടെന്ന്. പാർട്ടി പറയുന്നതൊന്നും അവർ കേൾക്കണമെന്നുള്ള കാര്യമൊന്നും ഉള്ളതല്ല. പിന്നെ VSന് അത് കിട്ടാൻ അർഹതയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് അത് കിട്ടി. അത് വളരെ ബിലേറ്റഡായിപ്പോയി. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വാങ്ങാൻ പാടില്ല, അവർ വാങ്ങുകയില്ല. അതുകൊണ്ടായിരിക്കാം മരണാനന്തര ബഹുമതിയായിട്ട് ഇത് കൊടുത്തേക്കുന്നത്. അത് കൊള്ളാം, നല്ലൊരു കാര്യമാണ്, നല്ല കാഴ്ചപ്പാടുമാണ് ആ കൊടുത്തത്. VSന് കൊടുത്തത് എന്തുകൊണ്ടും നല്ലതാണ്. പലർക്കും അർഹതയൊന്നുമില്ലാത്ത ആളുകളെയൊക്കെ വാരിക്കോരി കൊടുക്കുന്ന അവാർഡുകളാണിത്. അതുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് ഇത് ഏത് പട്ടിക്ക് വേണം ഇത്,
ഇത് കാശ് കൊടുത്താൽ പണം കൊടുത്താൽ കിട്ടുന്ന ഒരു സാമാനമാണ് എന്ന് പറഞ്ഞത്. ശരിയായിരിക്കും നമുക്കറിഞ്ഞൂടാ. അങ്ങനെ പണമുള്ളവർക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പത്മശ്രീയൊക്കെ വാങ്ങിച്ചെടുത്തേക്കുന്ന പല ആളുകളും ഉണ്ട്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയെടുക്കുമ്പോൾ പക്ഷേ VSന് കിട്ടിയത് ഈ മരണാനന്തര ബഹുമതിയാണ്, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയതല്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിനകത്ത് വിരോധം വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ശരി, അത് VSൻ്റെ കുടുംബാംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി അല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ അവർ പാർട്ടിക്ക് ഒതുങ്ങി കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ, പാർട്ടി പറയുന്നത് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് വേറെ കാര്യം. പിന്നെ ഇത് കിട്ടിയത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് മമ്മൂട്ടിക്ക് ഇത് കിട്ടിയതിൽ. കാരണം വളരെ നാൾ മുമ്പേ കിട്ടാനുള്ളതാണ്. ഇതിലും വലിയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടണം. കാരണം അതുപോലെ അത്രത്തോളം സിനിമാ മേഖലയിൽ ഒരു വലിയ മാറ്റം കുറിച്ച ആളാണ്. വിഭിന്നമായ വേഷങ്ങൾ എല്ലാം അവതരിപ്പിച്ച ആളാണ്. വലിയ കഴിവുള്ള നടനാണ്. കിട്ടണം. അത് അദ്ദേഹത്തിന് കൊടുത്തതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം ഈ വെള്ളാപ്പള്ളിയെ കൂട്ടിക്കെട്ടിയത് ഒരു വലിയ അവഹേളനമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ അതിലുണ്ട്. ഈ അവാർഡ് ലബ്ധികളിൽ അതിൽ ജസ്റ്റിസ് KT തോമസ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ന്യായാധിപനാണ്. ഇന്ത്യ കണ്ട വലിയ ന്യായാധിപന്മാരിൽ ഒരാൾ. അദ്ദേഹം എനിക്ക് വളരെ എൻ്റെ ഒരു ഗുരുവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ അതുപോലെ ഒരു ശിഷ്യനായിട്ടും കണക്കാക്കുന്നതാണ് അദ്ദേഹം. ഞങ്ങൾ വളരെ അടുപ്പമുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഇപ്പോൾ പത്മവിഭൂഷൺ, അതായത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതി കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാരതരത്ന കഴിഞ്ഞാൽ അടുത്ത അവാർഡ് ആണ്, രണ്ടാമത്തെ ഒരു അവാർഡാണ് ഇത്. അദ്ദേഹത്തിന് അത് കിട്ടുന്നു. വളരെ സന്തോഷമുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ പത്മവിഭൂഷൺ അദ്ദേഹത്തിന് കൊടുക്കുന്നു. വളരെ നല്ലൊരു തീരുമാനമാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും നമുക്ക് ആരും ഒന്നും വ്യത്യസ്തമായൊരു അഭിപ്രായം പ്രകടിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് അദ്ദേഹത്തിന്, എൻ്റെ ഒരു ഗുരുവിന് ഇതുപോലൊരു അവാർഡ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് അർഹതയില്ലാത്ത ആളുകളെ ഇതിൽ കടന്നുകൂടുമ്പോൾ നമുക്കതിൽ വിഷമവും വരും. ഏറ്റവും അർഹതയുള്ള ഒരു 2 പേർക്കാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. 2-3 പേർക്കും, അതായത് നമ്മുടെ ഈ മരണാനന്തര ബഹുമതിയായിട്ട് VSന് കിട്ടിയതും, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പം തന്നെ ജസ്റ്റിസ് KT തോമസിന് ഈ അവാർഡ് കിട്ടിയതും, അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയതും എനിക്ക് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു.